എന്ത് ചോദിച്ചാലും അവന്റെ പറ്റൂല പറ്റൂല. മര്യാദക്ക് എന്റെ ഫ്രണ്ട്സിനെ നേരെയാക്കിക്കോ. അതെന്താടാ അവരെ നേരെയാക്കാൻ പറഞ്ഞപ്പോ നിന്റെ മുഖം മാറിയേ? ആ ഉണ്ടക്കണ്ടെ മുഖം നോക്കി രണ്ട് പൊട്ടിക്കുണ്ണി. അയ്യോ എന്നെ അടിക്കല്ലേ. എന്താ കാര്യം ഞാൻ പറയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ വേഗം പറ. ഞാനൊരു കുട്ടിച്ചാത്തനാ. ഓ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇത് നീ ആദ്യം പറഞ്ഞല്ലേ? എന്റെ പേര് തലതിരി എന്നാ. ഓ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ തലതിരിഞ്ഞ് നിൽക്കേണ്ടി വന്നേ. ഏകദേശം അതുകൊണ്ടൊക്കെ തന്നെയാ. താൻ തെളിച്ചു പറയടോ. എനിക്കൊരു ഇരട്ട സഹോദരൻ കൂടി ഉണ്ട്. ഉള്ള ഒന്ന് പോരാണ്ട് ഇനി വേറെയുണ്ടോ? എന്നിട്ട് അവനെവിടെ? ഓ ഈ ഉണ്ണിക്ക് എന്തിന്റെ കേടാ? ഉള്ള ഒന്നിനെ കൊണ്ട് തന്നെ നമ്മളിവിടെ തലതിരിഞ്ഞ് നിൽക്കുന്ന. ഇനി മറ്റവൻ കൂടി വരാത്തതിന്റെ കുറവേ ഉള്ളൂ. എന്റെ സഹോദരന്റെ പേര് തിരിതല എന്നാ. ആ അപ്പൊ ബേഷായി. ആ ഇനി മറ്റവൻ കൂടി വന്നിട്ട് വേണമെങ്കിൽ നമ്മുടെ തലയിൽ തിരിയും കൂടി കത്താൻ. അതങ്ങനെയല്ല. പിന്നെ എങ്ങനെയാടോ? അവനും ഞാനും ഒരേപോലെ തന്നെയാ. അവനെയും ആരെങ്കിലും ഇങ്ങനെ തനിച്ച് കണ്ടാൽ അവരെ ഇങ്ങനെ തലകീഴായിട്ട് നിൽക്കേണ്ടി വരും. നിന്ന് കഥാപ്രസംഗം പറയാതെ ഞങ്ങൾ എങ്ങനെയും തിരിച്ച് നേരെയാകുന്നു പറ. അതാ ഞാൻ പറഞ്ഞു തരുന്നേ. എന്നൊന്ന് പറയ്. നിങ്ങൾ ഒരാളെ മാത്രമായിട്ട് ആരെങ്കിലും കണ്ടാല് അവരിങ്ങനെ തലകീഴായിട്ട് നിൽക്കും. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ദാ മൂന്നെണ്ണം നിരന്ന് നിൽക്കുന്ന അവിടെ. ആ ഞങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് കണ്ടാൽ മാത്രമേ അവര് നേരെയാകൂ. എന്നാ അവനെ വിളിക്കേ. അപ്പൊ നേരെയാകും അല്ലേ? എന്നാ പിന്നെ നീ അവരെ വിളിച്ചിട്ട് വാ. അത് നടക്കില്ല. തുടങ്ങിയല്ലോ. അല്ല അവൻ നിന്റെ ഇരട്ട സഹോദരനാണല്ലേ പറഞ്ഞേ. പിന്നെന്താ നിനക്ക് വിളിച്ചാലേ? ഞങ്ങൾ തമ്മിൽ കുറച്ചു നാൾ മുന്നേ വഴക്കായി. അതിനുശേഷം ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് നിന്നിട്ടേ ഇല്ല. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. മര്യാദ വിളിച്ചിട്ടോ. തലതിരിയാ. ഇത് തിരിതലേന്റെ ശബ്ദമാണല്ലോ. ദാ വരുന്നു. അയ്യോ ഇവരിതെന്താ പറ്റി? തലതിരിയാ. എടാ നിനക്കെന്താ പറ്റി? എടാ ഒരു പെണ്ണിനെ അടിച്ച് പഞ്ചറാക്കിയടാ. ഒരു പെണ്ണോ? അല്ലടാ നിന്റെ ബാക്കിൽ വരുന്ന പെണ്ണാണോ നിന്നെ അടിച്ചേ? ആടാ മൂദേവി തന്നെ. ഞാൻ നേരെയായി. അവളും നേരെയായി. ഹായ് ഞാനും നേരെയായി. അത് ഋതുവല്ലേ? രക്ഷപ്പെട്ട്. ഇവൾ എന്തിനാ എന്നെ അടിച്ചെന്ന് പോലും എനിക്കറിയില്ല. നീ അല്ലേടാ എന്നെ ഗ്രാൻഡ് പേനെ തലകീഴാക്കി നിർത്തിയെന്ന് പറഞ്ഞ ഒരേ അടിയായിരുന്നു. സോറി എടാ അത് ഞാനായിരുന്നു ചെയ്തേ. അല്ലടാ ഇവളെ നിന്നെ കണ്ടിട്ട് തലകീഴായി നിന്നില്ലേ? തലകീഴായിട്ടൊക്കെ നിന്നു. പക്ഷെ എന്നിട്ടും മുടിഞ്ഞ അടിയായിരുന്നടാ. അല്ല നിങ്ങൾ ചേട്ടന്റെ അനിയന്റെ സംസാരം കഴിഞ്ഞില്ലേ? മര്യാദയ്ക്ക് വേഗം വന്ന് എന്റെ ഗ്രാൻഡ് പേനെ ശരിയാക്കിക്കോ. എന്നാലും എനിക്ക് മനസ്സിലാവാത്തതല്ല. അല്ല ഇവൻ മാത്രം എന്താ തലകീഴായി നിൽക്കാനേ? അതവന്റെ കണ്ണിലാ കുന്തമുള്ളോണ്ടാ. കണ്ണില് കുന്തോ? എടാ കൂളിംഗ് ഗ്ലാസ്. ഋതു നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. നീ കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടെ. നിങ്ങളുടെ നന്ദിയൊന്നും എനിക്ക് വേണ്ട. ചേടാ ഇവളോട് നല്ലതും പറയാൻ പറ്റില്ലല്ലോ. നീ അത് വിട്ടേടി. എന്തായാലും ഇവള് കാരണല്ലേ നമ്മൾ രക്ഷപ്പെട്ടെ. പിന്നെ ഇനിതൊക്കെ നാട്ടിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് രണ്ടാളും ഒന്നിച്ചിറങ്ങിയാൽ മതി. ഈ സെപ്പറേറ്റ് ഉള്ള നാട് കാണലൊന്നും വേണ്ട. അതെ അതിന് അങ്ങനെയുള്ളൂ. ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ കയ്യിൽ ഇനിയും വേണോ? വാടാ തലതിരിയാ. നമുക്ക് വേഗം പോയിട്ട് അയാളെ നേരെയാക്കാം. ഇല്ലെങ്കിൽ ഈ പെണ്ണിന്റെ കയ്യിൽ ഇനിയും കിട്ടും. അപ്പോൾ നിനക്ക് നീ എന്നോട് പിണക്കൊന്നുമില്ലേ? അയ്യോ ഒരു പിണക്കവും ഇല്ല. നീ ഒന്ന് വേഗം വാ. വേഗം രണ്ടാളും എന്റെ പുറകെ വന്നോ. നീ കണ്ടോ എന്റെ കൂളിംഗ് ഗ്ലാസിന്റെ പവർ? ഞാനിത് ഇട്ടപ്പോ എന്തെല്ലായിരുന്നു. ഇത് കൊള്ളില്ല, ബോറായിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ നോക്ക് മൂന്നെണ്ണം തലകീഴായിട്ട് നിന്ന്. ഞാനുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടെ. ഓ പിന്നെ ആ ഋതു ഉള്ളതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടെ? ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലടാ എനിക്ക് അതല്ല സംശയം. ആ ഋതു എങ്ങനെയാ തലകീഴായിട്ട് നിന്നിട്ടും ആ കുട്ടിച്ചാത്തനിട്ട് അടി കൊടുത്തേ? അതും പോരാണ്ട് അവൾ ഇവിടെ വരെ എത്തുകയും ചെയ്തു. അതെങ്ങനെയാ? അത് ശരിയാണല്ലോ. നമ്മളെ കൊണ്ട് ഇവിടെ നനങ്ങാൻ പോലും കഴിഞ്ഞില്ലല്ലോ. പിന്നെ ആ ഋതു എങ്ങനെ ഇവിടെ വരെ എത്തിയേ? ആർക്കറിയാം. വാ നമുക്ക് വീട്ടിൽ പോകാം. ഇന്നത്തെ കളി മതി. ആ ശരിയാ. കുറെ നേരം തലകുത്തി നിന്നിട്ട് ഇപ്പൊ തലവേദന എടുക്കുന്നുണ്ട്. എന്നാ വാ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാം. ഈ നടത്തം തുടങ്ങിയിട്ട് നേരം കുറയായി. എന്നിട്ടും ഗ്രാൻഡ്പ പറഞ്ഞ പോലെ ഒരാളെ കാണുന്നില്ലല്ലോ. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി നോക്കാം. അഥവാ കണ്ടാലോ? അങ്ങ് ദൂരെ ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടോ? ഇതെന്താ എനിക്ക് പറ്റി? ഓഹോ അപ്പൊ ഇവൻ തന്നെയാണല്ലേ ഗ്രാൻഡ്പ പറഞ്ഞ ആള്. അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിരങ്ങി പോവാൻ എന്തൊരു പാടാ. അങ്ങനെ ഇവന്റെ അടുത്ത് എത്തി. ഇനി നിനക്ക് ഞാൻ കാണിച്ചു തരാം ഋതു ആരാന്ന്. മര്യാദക്ക് എന്നെ എന്റെ ഗ്രാൻഡ് പേനെ നേരെയാക്കിക്കോ. നിനക്ക് കിട്ടിയതൊന്നും പോരെ? അയ്യോ പക്ഷെ നിങ്ങളെ നേരെയാക്കാൻ എന്നെ കൊണ്ട് മാത്രം കഴിയില്ല. പിന്നെ ആരെ കൊണ്ട് കഴിയാ? എനിക്കൊരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട്. ഞങ്ങളെ രണ്ടാളെ ഒന്നിച്ച് കണ്ടാൽ മാത്രമേ ഇങ്ങനെ തലതിരിഞ്ഞ് നിൽക്കുന്ന ആളെല്ലാം നേരെയാകൂ. എന്നാ വേഗം എന്നെ അയാളുടെ അടുത്തേക്ക് കൊണ്ടോ. അതിന് പക്ഷെ ഞങ്ങൾ രണ്ടാളും തമ്മിൽ ദേഷ്യത്തിലല്ലേ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറേ ഇല്ല. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? അയ്യോ ഞാൻ അവന്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവാ. എന്നാ വേഗം എണീക്ക്. നീ എണീക്കാം. അടിച്ച് പഞ്ചറായിട്ടാണല്ലേ. ഒന്ന് റിലേ കിട്ടട്ടെ. വേഗം എണീക്കടാ. അയ്യോ പെങ്ങളെ പ്ലീസ് ഇനി അടിക്കല്ല. ഞാൻ എണീക്കാം. എന്നാ വാ നടക്ക്. അല്ല ഈ തലയെല്ലാം കൊണ്ട് നിരങ്ങി നിരങ്ങി വരാൻ കഴിയോ? അതൊക്കെ ഞാൻ വന്നോളും. നീ നടക്ക്. ശരി.